പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ തീരുമാനം. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 2000 കോടി രൂപ വായ്പ എടുക്കാനാണ് സർക്കാർ തീരുമാനം. 9.1% പലിശ നിരക്കിലാണ് വായ്പ എടുക്കുന്നത്. സെപ്റ്റംബർ മാസം മുതൽ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും പ്രതിഷേധം കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. ഒരു മാസത്തെ 1600 രൂപ നിരക്കിൽ 6 മാസത്തെ കുടിശ്ശികയായി ഒരു ഗുണഭോക്താവിന് 9600 രൂപ ലഭിക്കാനുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയിൽ കുറച്ചെങ്കിലും വിതരണം ചെയ്തേ മതിയാകൂ എന്ന വിലയിരുത്തലാണ് 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയെങ്കിലും വിതരണം ചെയ്യണമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചത്. 2 മാസത്തെ പെൻഷൻ വിതരണത്തിന് 1800 കോടി രൂപയോളം വേണ്ടിവരുമെന്നാണ് ധനവകുപ്പിന്റെ കണക്ക്. ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് സർക്കാർ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് 2000 കോടി രൂപ വായ്പയെടുക്കുന്നത്. പൊതുവിപണിയിൽ നിന്ന് വായ്പയെടുത്താൽ കേന്ദ്ര സർക്കാരിനെ പിടിവീഴും. അതുകൊണ്ട് തന്നെ എങ്ങനെയും പണം കണ്ടെത്താനുള്ള രാഷ്ട്രീയ സമ്മർദ്ദവുമുണ്ട്. ഇതാണ് ഉയർന്ന പലിശയ്ക്ക് വായ്പയെടുക്കാനുള്ള കാരണം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് പണം സമാഹരിച്ച് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് ധനവകുപ്പിന്റെ ശ്രമം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.